പി ബസന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ ഒരു 5% വ്യത്യാസമാണ് ഉള്ളത്. വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ ഇപ്പോൾ 7,67,000 വോട്ട് BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 6,89,000, ഒരു 1,00,000 വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡ് തന്നെയാണ്, അത് ക്ലിയർ ആണ്. 1-2 റൗണ്ടാണ് പലയിടത്തുമായത്. ഏതൊക്കെ സ്ഥലത്ത് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്? എന്തുകൊണ്ടാണ് BJPയുടെ ഭാഗത്തൊക്കെ പ്രതികരണങ്ങൾ, ഇപ്പോൾ പ്രവർത്തകരുടെ ആഹ്ലാദമൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും പ്രതികരണങ്ങളൊക്കെ വൈകുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഉറപ്പിക്കൽ ഘട്ടത്തിലേക്ക് എത്തിയില്ലേ? രതീഷ്, BJP ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ 46-7% വോട്ട് BJPക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ ആകെ 48% വോട്ടിൻ്റെ പിന്തുണ മാത്രമാണ് BJPക്ക് നൽകിയിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിക്ക് 42%. അതേസമയം കോൺഗ്രസ് 7% വരെ പോകുമെന്ന് പറയുന്നിടത്ത് 5% വോട്ടുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതായത് ഇതിൽ ഒരു കാര്യം, കോൺഗ്രസിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ പിടിക്കാൻ അവർക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് വോട്ട് പിടിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും, ആ വോട്ട് ആം ആദ്മി പാർട്ടി ഡാമേജ് ചെയ്തിട്ടുമുണ്ട് പലയിടത്തും. പക്ഷേ ഈ പ്രതീക്ഷിച്ച തലത്തിലേക്ക്, അതായത് 15 മുതൽ 16% വരെ വോട്ട് ലഭിക്കുമെന്നുള്ള കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളാണ് അസ്ഥാനത്തായിരിക്കുന്നത്. 5% മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒന്നിച്ച് മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ടുകൾ പോലും ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കോൺഗ്രസിന് പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ വലിയ ലീഡെടുത്ത ന്യൂഡൽഹി മണ്ഡലത്തിൽ പോലും ചെറിയ വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 300-350 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാറി മറിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. 36 സീറ്റ് കിട്ടിയാൽ ഇവിടെ ഡൽഹിയിൽ ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ തകർച്ചയെ നേരിടുന്നില്ല എന്നുള്ളതാണ് 2-3 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള റൗണ്ടുകളിൽ ഇതിൽ മാറ്റം വരുമോ എന്നുള്ളതാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരം ഉറപ്പിക്കുന്നു. അതായത് 27 കൊല്ലത്തിന് ശേഷം തങ്ങൾക്ക് അധികാരം തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുറത്തുന്നത്. അതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ അവിടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുള്ളതും. ഇപ്പോൾ 42-28 എന്നുള്ളൊരു സേഫ് സോണിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു കാര്യം കൂടി. ഇപ്പോൾ സാധാരണ ആളുകളൊക്കെ ആണല്ലോ ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ വോട്ട് ബേസ് എന്നത്, അതാണല്ലോ നേരത്തെ അവർ പ്രൂവ് ചെയ്തിട്ടുമുള്ളത്. ഇപ്പോൾ ന്യൂഡൽഹിയും അതിന് ചുറ്റാകെയുള്ള മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ ഒരു മാപ്പ് പൊതുവിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിലുമൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. അതിനെ, ആ ഒരു ട്രെൻഡിനെ അങ്ങനെ വേർതിരിച്ച് ഇപ്പോൾ കാണാൻ കഴിയുമോ? ഏതൊക്കെ വിഭാഗങ്ങൾ? അതായത് ഞാൻ ചോദിച്ചതിൻ്റെ പ്രധാന കാരണം, ഈ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സാധാരണ ആളുകൾ അവർ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന സൂചനയുണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡിൽ? തീർച്ചയായും ഈ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ഏറ്റവും വലിയ വിഭാഗമെന്ന് പറയുന്നത് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ എല്ലാ സമവാക്യങ്ങളും മറികടന്നുകൊണ്ട് വനിതകളായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയിൽ. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ പിന്നെ പട്ടിക വിഭാഗങ്ങളും ഒക്കെ തന്നെ. ഇതിൽ വനിതകൾ വലിയ തോതിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സൂചന എന്ന് പറയുന്നത്. വനിതകൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെജ്രിവാൾ വന്നത് ഒരു പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്കാരം, അവരുടെ പ്രവർത്തന രീതികളിൽ നിന്നും മാറി ഞാനൊരു പുതിയ ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ 10 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നത്. അത് കണ്ണടച്ച് വിശ്വസിച്ചവരാണ് ഡൽഹിയിലെ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 10-30% വരുന്നവർ മാത്രമാണ് ഒരു മധ്യവർഗ മേൽത്തട്ടിലുള്ളവരും അതോടൊപ്പം തന്നെ വലിയ കാശുകാരും ഒക്കെ പറയുന്നത്. ബാക്കി ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു മേഖല കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടക്കുന്ന പഴയ ഡൽഹി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ സാധാരണക്കാരാണ് ജീവിക്കുന്നത്. അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിലനിർത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞു എന്നുള്ളിടത്താണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ വിജയം വന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ തന്നെ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് വന്നത്. ഒരുപക്ഷേ ഈ മദ്യനയ അഴിമതിക്കൊക്കെ മുമ്പ് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. രാജ്യസഭാ സീറ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ആം ആദ്മി പാർട്ടിക്ക് 2 രാജ്യസഭാ സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചത് വളരെ പ്രശസ്തനായ ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ ആ 2 രാജ്യസഭാ സീറ്റുകളും ആം ആദ്മി പാർട്ടി, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ കാശ് വാങ്ങി വലിയ പണക്കാർക്ക് വിൽക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. അതിലൊരാളുടെ വീട്ടിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ താമസിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം ഇപ്പോൾ ഒരു MP യുടെ വസതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു വ്യതിയാനം
ആ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ ഈ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാറി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. 62 സീറ്റുമായി കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്ന പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിയ തോതിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ തന്നെ തോൽക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ഇതൊരു സൂചനയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഡൽഹി എന്ന് പറയുന്ന ഒരു ഗ്യാസ് ചേംബർ ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഡൽഹിയിൽ മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കും പുക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, വിഷപ്പുക. അത് പഞ്ചാബിൽ നിന്നുള്ള തീ കത്തിക്കലാണ് അല്ലെങ്കിൽ കച്ചി കത്തിക്കലാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരാണ്. അപ്പോൾ ഇത് ഒരു ഗ്യാസ് ചേമ്പറായി ഡൽഹി മാറുന്നു. ഡൽഹി മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഡൽഹി പോലൊരു നഗരത്തിൽ, ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു സിവിക് ലൈഫുണ്ട്. ആ സിവിൽ ലൈഫ് പോലും കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ അധികാരത്തിൽ അവർക്ക് വന്നു, അവർ അധികാരത്തിലേറി. വിഷയങ്ങളിലെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരുന്നു ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് നിലവിലുള്ള ഫലസൂചനകൾ നൽകുന്ന. തെരഞ്ഞെടുപ്പാണ്, അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അട്ടിമറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. 43 ഇടങ്ങളിലാണ് BJP ലീഡ് എടുത്തിരുന്നത്. വലിയ അട്ടിമറി. ഒരു പക്ഷേ 10 വർഷക്കാലത്ത് സ്വപ്നം കാണാതെ 28 വർഷക്കാലവും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരു വലിയ തിരിച്ചുവരവ് BJP നടത്തുകയാണ്. 27 ഇടങ്ങളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ലീഡ് എടുക്കാൻ കഴിയുന്നത്. BJP ഹെഡ്ക്വാർട്ടേഴ്സിലെ ആഹ്ലാദമാണ് നമ്മൾ കാണുന്നത്.